ഹായ്, കാർലിങ്ങിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിൽ കുറച്ചധികം വാഹനങ്ങളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഓഫർ പ്രൈസിന് ഒരുപാട് വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ഇട്ടിരുന്ന പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ 50,000 മുകളിൽ ഓഫറാണ് ഇട്ടിരിക്കുന്നത്. 2023 കിയ സോണറ്റ് ഞങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് പുറത്തിട്ടുള്ള വാഹനം 50,000 രൂപ ഓഫർ, 9,50,000 രൂപ ഓഫർ പ്രൈസ്. അതുപോലെ തന്നെ ഡസ്റ്റർ വന്നിട്ടുണ്ട്. ഡസ്റ്ററിന്റെ ഓട്ടോമാറ്റിക് 2016 മോഡൽ സിംഗിൾ ഓണർ, വെറും 65,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ ഇട്ടിരുന്ന പ്രൈസ് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മളിത് ഓഫറായിട്ട് കൊടുക്കുകയാണ് വെറും 5,90,000 രൂപയ്ക്ക്. 2011 മോഡൽ പോളോ വന്നിട്ടുണ്ട്. അഡീഷണൽ അലോയ്സ് ഒക്കെ ചെയ്ത ഒരു നല്ല കിഡിലൻ ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. അതുപോലെ തന്നെ ബലേനോയുടെ ഡീസൽ, ഒരുപാട് പേര് ചോദിച്ച വാഹനമാണ് ബലേനോ ഡീസൽ. 70,000 കിലോമീറ്റർ കാട്ടാക്കട രജിസ്ട്രേഷനിൽ വരുന്ന ആൽഫ വാഹനമാണ്. നല്ല ക്വാളിറ്റി വാഹനമാണ്. വെറും 70,000 കിലോമീറ്റർ, ഏകദേശം 18-20 കിലോമീറ്റർ മൈലേജ് ഇരിക്കുന്നതാണ് ബലേനോ ആൽഫ. 6.25 ലക്ഷം ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മാക്സിമം പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഫിനാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. പിന്നെ അതിന് പുറമെ ഹോണ്ട സിറ്റി 2014 മോഡലുണ്ട്. അതുപോലെ നമ്മുടെ റാപ്പിഡ് കിടപ്പുണ്ട്. റാപ്പിഡൊക്കെ 3.5 ലക്ഷം രൂപ ബഡ്ജറ്റിന് താഴെ നല്ല സ്കോഡയുടെ വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമ്മളതിൽ ഹോണ്ട സിറ്റിയുടെ പെട്രോൾ വാഹനം, ഇത് നമ്മൾ ഓഫറിന് കൊടുക്കാൻ പോവുകയാണ്. 6 ലക്ഷം രൂപ നമ്മളിവിടെ ഇട്ടിരുന്ന വാഹനമാണ്. നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന 50,000 രൂപ ഓഫർ ഇട്ട് കൊടുക്കാം. 5.5 ലക്ഷം രൂപ കൊടുക്കാം. വെറും 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. നല്ല ബി ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വാഹനമാണ്. ഇത് ഡീസൽ 2017 മോഡൽ വരുന്ന, ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ 1,30,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഈ വാഹനത്തിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോണ്ട സിവിക് ഓട്ടോമാറ്റിക്, ഇന്നലെ 2 ദിവസം മുമ്പുള്ള വീഡിയോ ഈ വാഹനത്തിനുണ്ടായ 2,25,000 ബഡ്ജറ്റ് ഇട്ടിരുന്ന വാഹനമാണ്. ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളതിലൊരു ഡിസയർ VXI ഓട്ടോമാറ്റിക് വാഹനം വന്നിട്ടുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയ വാഹനം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള 2018 മോഡൽ VXI ഓട്ടോമാറ്റിക്, 2017 മോഡൽ ഡീസൽ, അതുപോലെ തന്നെ വെർണ ഓട്ടോമാറ്റിക്, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ. വെർണ ഓട്ടോമാറ്റിക്കിനൊക്കെ ഒരുപാട് പേര് എൻ്റെ മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ 4 ലക്ഷം രൂപ ബഡ്ജറ്റിന് ഓട്ടോമാറ്റിക് 2012 മോഡൽ വാഹനം കൊടുക്കാം. വെർണ ഓട്ടോമാറ്റിക് നോക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വാഹനമാണ്. 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൽ എത്തിയോസ് വരുന്നുണ്ട്, വാഗനാർ വരുന്നുണ്ട്. കുറഞ്ഞ വാഗനാർ 85,000 രൂപയ്ക്ക് 5 വർഷത്തെ പുതിയ പേപ്പറോടെ 2005 മോഡൽ വാഗനാർ, 2011 മോഡൽ I10, 2014 മോഡൽ സ്വിഫ്റ്റ്, 2010 മോഡൽ ആബി, ഇങ്ങനത്തെ എല്ലാ വാഹനങ്ങളും നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ. ഇതിനകത്ത് ഒരുപാട് വാഹനങ്ങൾ, സ്വിഫ്റ്റിന്റെ തന്നെ ഒരുപാട് കളക്ഷനുണ്ട്. 2014, 13 അങ്ങനത്തെ ഒരുപാട് കളക്ഷനുണ്ട്. ബീറ്റുണ്ട്, വാഗനാറുണ്ട്. പിന്നെ പുറത്ത് നിങ്ങൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോർച്യൂണർ, ഗൂർക്ക, താറ്, ബൊലേറോ, ഇങ്ങനത്തെ വലിയ സെഗ്മെന്റ് വാഹനങ്ങൾ ഒരുപാടെണ്ണം, ഇങ്ങനത്തെ ഒരുപാട് വാഹനങ്ങൾ ഞങ്ങളെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഡീറ്റെയിൽസ് താഴെക്കാളും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് തരാം. ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനങ്ങളുടെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ പൂർണ്ണമായ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.